രാത്രി തന്നെ രാവിലെ നടക്കാൻ വേണ്ടി ഡ്രസ് ഇട്ടിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ നമ്മുടെ കൂട്ടത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ മുഹമ്മദ് റിയാസ്. സംതിങ് സ്പെഷ്യലാണ്. ഒന്ന് ശ്രീ മുഹമ്മദ് റിയാസ്, ഇത് ഒരാളുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. രാവിലെ എഴുന്നേക്കുന്നത് കൊണ്ട് ആരും കാണാതെ ഞങ്ങളുടെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് രാവിലെ പ്രഭാതത്തിൽ നടന്ന് തിരിച്ച് വീട്ടിൽ കയറുന്ന ഒരേ ഒരാളേ ഉള്ളൂ, തൊട്ടപ്പുറത്തിരിക്കുന്ന മിനിസ്റ്റർ. ഞങ്ങളുടെ ക്യാമറ കണ്ടുകൾ വരാറില്ല, പുലരുന്നതിന് മുൻപേ തിരിച്ച് വീട്ടിൽ കയറും. കോഴിക്കോടും ഭാഷയിൽ പറഞ്ഞാലേ അത് വല്ലാത്തൊരു ചാമ്പലായിപ്പോയി. അതായത് എന്നോട് പറഞ്ഞത് കേക്ക് മുറിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതെ കഴിക്കാൻ വലിയ താല്പര്യമില്ല പൊതുവെ. അപ്പോൾ ഇപ്പോൾ വാസവ മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയണേ, ഞാൻ മിനിഞ്ഞാന്ന രംഗം കണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് വായിൽ തുറന്നപ്പോൾ വാസവ മിനിസ്റ്റർ വരികയാണ്. ഭയങ്കര ഒരു വേഷമാണത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ആ വേഷം നിങ്ങൾ ഇടണം. അത് ശരിക്കും ഗംഭീര നടത്താണത്. ഞാനേ കണ്ടു. ഞാനിപ്പോ ഇന്ന് നേരത്തെ വാസവൻ ചേട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. നടക്കാൻ ഉപയോഗിക്കുന്ന ഫാൻസ് ഉപയോഗിക്കാറുണ്ട് നടപ്പിനുള്ള. മിനിസ്റ്റർ പാൻറ് ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലേ? പാൻറ് മാത്രമല്ല, സ്പെഷ്യൽ ഡ്രസ്സിങ്. ഇതാ പെട്ടെന്ന് പേടിയാവോ? അല്ല, എനിക്ക് പേടിയായിട്ടില്ല. ഞാൻ തലയിൽ മുണ്ടെടുത്ത എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മമ്മൂട്ടിയുടെ ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അലക്സാണ്ടറോ അങ്ങനെ എന്തോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാ മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുന്നത്. അത് ഭയങ്കര വേഷമാണ്. ആ സിനിമയിൽ മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതെനിക്ക് ഞങ്ങൾ പോയി നടക്കുന്നിടത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു. വിഷയത്തിന് ഇതാണ് വിഷയം. കേക്കും വർത്തമാനവും ക്രിസ്മസും അത്രേ ഉള്ളൂ. കാര്യം നമ്മൾ ഇത്രയും നിങ്ങളടക്കം വളരെ സമ്മർദ്ദത്തില് പണ്ടത്തെ സ്പീക്കറായി. അരുണിപ്പോ റിപ്പോർട്ടറിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചാർട്ട് ചെയ്തിട്ടുണ്ടാവും നാളെ 5 മണിക്ക് എനിക്കാണ്. അത് വേണ്ട. അല്ലല്ല, എനിക്ക് രാധാകൃഷ്ണൻ ഇടപെടൽ ഇഷ്ടപ്പെട്ടു. എന്താന്ന് ഇവർക്ക് അറിയണമല്ലോ. ഞാൻ ഫാൻസ് ഇടും, ഒരു ഷർട്ട് ധരിക്കും, കൂടാതെ മഞ്ഞ് വീഴാതിരിക്കാൻ ഒരു ടർക്കി തലേ കെട്ടും. ഇതാണ് ഭീകര വേഷം എന്ന് പറയുന്നത്. പക്ഷെ രസമാണ്. തുറന്നു വരുന്നു, റിയാസ് മിനിസ്റ്റർ വരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കാണുന്നു. ഞാൻ നല്ല അർത്ഥത്തിലാട്ടോ പറഞ്ഞു, വളരെ പോസിറ്റീവ്. ആണോന്ന് അറിയില്ല. ഇന്നലെ റിയാസ് മിനിസ്റ്റർക്ക് പനിയായിരുന്നു. സാമ്രാജ്യം സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മമ്മൂട്ടിയുടെ നടത്തം അതേപോലെ എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർമ്മയില്ലേ, വാസൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇക്കഴിഞ്ഞ അല്ല പേടിക്കല്ലത്, വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു. മാത്രമല്ല, മിനിസ്റ്റർ രാവിലെ 5 മണിക്ക് എഴുതേക്കുമ്പോഴേ നമ്മൾ ഈ സാധാരണ പേഴ്സണൽ സ്റ്റാഫ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പേഴ്സണൽ സ്റ്റാഫുമാർ ആകെ സമ്മർദ്ദത്തിലാവുന്ന ഒരു മിനിസ്റ്റർ ഈ മിനിസ്റ്ററുടെ വകുപ്പാണ്. കാര്യം അറിയും, രാത്രി 12:30 കിടന്നാലും രാവിലെ 5 മണിക്ക് യോഗ നിർബന്ധമാണ്. കൃത്യമായിട്ട് ആൾക്കാരെ വിളിച്ചുണർത്തിയിരിക്കും. അല്ലേ മിനിസ്റ്ററെ? ഞാൻ അലാറം വെച്ചാണ് കിടക്കുന്നത്. എന്നെ ആരും വിളിച്ചേൽപ്പിക്കാറില്ല. അലാറം അടിക്കുമ്പോൾ ഞാൻ എഴുന്നേക്കും. അവരെല്ലാം ആ സമയത്ത് വരും. നടപ്പ് കഴിഞ്ഞ് വന്നാൽ യോഗ കൃത്യമായി ഒരു 20 വർഷമായി ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അത് ഈ യാത്രയിൽ ഒരു ദിവസവും മുടക്കേണ്ടി വന്നിട്ടില്ല. എത്ര മണിക്കൂർ ഉറങ്ങും? ചില ദിവസം 5.5 മണിക്കൂർ കിട്ടും, ചിലപ്പോൾ 6 മണിക്കൂർ കിട്ടും. അത് അവസാനം നമ്മൾ കിടക്കുന്ന പോലെ ഇരിക്കും. വായനയോ അല്ലെങ്കിൽ വാർത്തയോ കണ്ട് ചിലപ്പോൾ അവസാനത്തെ വാർത്ത കാണാനിരുന്നു പോയ സമയം പോകും. അവസാനത്തെ വാർത്ത ഈ ക്രൈം വാർത്തയാ, അത് കണ്ടിട്ടാണോ ഉറങ്ങുന്നത്? നമ്മൾ 11 മണിയുടെ വാർത്ത. യോഗ എല്ലാ സമയത്തും എടുക്കുന്നത് വയറിങ്ങനെ കാണണല്ലോ. അതൊരു ചോദ്യമാണ്. യോഗ പല വിധത്തിലുണ്ട്. വയറ് കുറയാൻ മാത്രമല്ല, വയറുള്ള യോഗയുണ്ട്. അതിന് യോഗം എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. വയറ് കൂടുന്ന അങ്ങനെ വയറുള്ളവരെല്ലാം യോഗ ചെയ്യാമെന്ന് വിചാരിക്കണ്ട. അതിന് യോഗയിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. യോഗയിൽ നേരത്തെ എല്ലാ യോഗയും ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ പൂർണ്ണമായി വയറും ക്ലിയർ ആയിരുന്നു. ശേഷം വണ്ടിയപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് അത് ചെയ്യാൻ കഴിയാത്ത സർവാംഗാസനം ഉണ്ടല്ലോ. എത്ര ആസനങ്ങൾ ചെയ്യും? ഒരു ചില ദിവസം 17, ചില ദിവസം 15. ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചാണോ മിനിസ്റ്റർ? ശാസ്ത്രീയ ഒരു ഡോക്ടറെ കൂടെ തന്നെ പഠിച്ചതാണ്. ഡോക്ടറെ കൂടെ പഠിച്ചു. ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. ഓക്കെ.